നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലോക ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹനങ്ങളെ എങ്ങനെ നോക്കിക്കാണണമെന്നും നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങളെ എങ്ങനെ രക്ഷാകരമാക്കണമെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് പറയുന്നതിന് മുമ്പ് അതിന് ബാക്ക്ഗ്രൗണ്ടിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയമാണ് പാപത്തിന് 2 തരത്തിലുള്ള പരിണത ഫലങ്ങളുണ്ട്. സഭയുടെ ഔദ്യോഗികമായ പ്രബോധനം അനുസരിച്ചും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഈ ലോക ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും, മറ്റൊരു വാക്യം പറഞ്ഞാൽ ദൈവസ്നേഹത്തിനെതിരെയുള്ള നമ്മുടെ എല്ലാ ചലനങ്ങൾക്കും 2 തരത്തിലുള്ള പരിണത ഫലങ്ങളുണ്ട്. ഇപ്പൊ 2 തരത്തിലുള്ള പരിണത ഫലങ്ങൾ പാപത്തിനുണ്ട് എന്ന് പറയുമ്പോൾ പാപത്തെ 2 തരത്തിലാണ് സഭ തിരിച്ച് നമ്മുടെ മുമ്പിൽ തരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഏതൊക്കെയാ? 2 തരത്തിലുള്ള പാപങ്ങളെ കുറിച്ച് സഭ നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മാരക പാപവും, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ചില കാര്യങ്ങൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ മാരക പാപവും ലഘുപാപവും, 1, 2 ലഘുപാപം. ഈ 2 പാപങ്ങളെ കുറിച്ച് സഭ പറയുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നതാണ്. ഞാനത് സഭ ഔദ്യോഗികമായി നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ വിശ്വാസപരമായ എല്ലാ വിഷയങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലുണ്ട്. അപ്പം അതിൽ നിന്ന് തന്നെ ഞാൻ വായിക്കാം. 1472 ഖണ്ഡിക. ഇപ്പം നിങ്ങൾക്ക് പിന്നീട് റെഫർ ചെയ്യണമെങ്കിലും വീട്ടിൽ പോയി നോക്കണമെങ്കിലൊക്കെ 1472 ഖണ്ഡിക സഭയുടെ പാപത്തെക്കുറിച്ചുള്ള ശിക്ഷകളെക്കുറിച്ചുള്ള പ്രബോധനവും പ്രയോഗവും മനസ്സിലാക്കുന്നതിന് പാപത്തിന് 2 പരിണത ഫലങ്ങളുണ്ടെന്ന് ഗ്രഹിക്കുക അത്യാവശ്യമാണ്. പാപത്തിന് 2 പരിണത ഫലമുണ്ട്. അപ്പോൾ 1, മാരക പാപം ദൈവവുമായിട്ടുള്ള നമ്മുടെ ഐക്യത്തെ ഇല്ലായ്മ ചെയ്യുന്നു. ഇപ്പൊ മാരക പാപം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. വേണമെങ്കിൽ ഞാൻ അതും കൂടി ഒരു ക്ലാരിറ്റി തരാം. അതിന് ഇത് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. എന്താണ് മാരക പാപം, എന്താണ് ലഘുപാപം, എന്താണ് മാരക പാപം? മാരക പാപം ചെയ്യുന്നതിന്റെ അതിന്റെ പരിണത ഫലം എന്ന് പറയുന്നത് മാരക പാപം ദൈവവുമായിട്ടുള്ള നമ്മുടെ ഐക്യത്തെ ഇല്ലാതാക്കുന്നു. ഐക്യത്തെ, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ, ഐക്യത്തെ ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് നമ്മെ അത് നിത്യജീവന് യോഗ്യത ഇല്ലാത്തവരാക്കി മാറ്റുന്നു. നമുക്ക് നിത്യജീവന് യോഗ്യത ഇല്ലാത്ത, കാരണം ദൈവത്തോടുള്ള ഐക്യം. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവന് ശിക്ഷാവിധി ഇല്ല. അപ്പൊ ഈ ഐക്യം പോയപ്പോൾ നമ്മൾ ശിക്ഷയ്ക്ക് അർഹരായി തീർന്നു. അല്ലെങ്കിൽ നമ്മുടെ പാപത്തിന്റെ പരിണത ഫലം, പാപത്തിന്റെ ശിക്ഷ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോ മാരക പാപം എന്ന് പറയുന്നത് അതിന് 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട. ഒരു പാപം മാരകമാകണമെങ്കിൽ 3 കാര്യങ്ങൾ അതിൽ നിറവേറ്റപ്പെടേണ്ടതുണ്ട്. പഠിച്ചിട്ടുള്ള കാര്യമാണ്, കാറ്റഗിസത്തിൽ നമ്മൾ പഠിച്ചതും പഠിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. 1, പൂർണ്ണമായ അറിവുണ്ടായിരിക്കണം. 2, പൂർണ്ണമായ സമ്മതത്തോടെ ആകണം. 3, മാരകമായ സീരിയസ് ആയിട്ടുള്ള ദൈവകൽപ്പനകളുടെ ലംഘനങ്ങളായിരിക്കണം, ഗൗരവമേറിയ വിഷയങ്ങൾ. ഇത് 3ഉം ഒരു വിഷയത്തിൽ, ഒരു പാപത്തിൽ അനുവർത്തിക്കപ്പെടുമ്പോഴാണ് ആ പാപം മാരകമാകുന്നത്. 1, പൂർണ്ണ അറിവുണ്ടായിരിക്കണം, പൂർണ്ണ സമ്മതം ഉണ്ടായിരിക്കണം, പൂർണ്ണമായ ആ പാപത്തിന്റെ വിഷയം ഗൗരവമേറിയതായിരിക്കണം, ദൈവകൽപ്പനകളുടെ ലംഘനങ്ങളായിരിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിയുമ്പോൾ, ഇപ്പൊ ഞാൻ ഈ പണ്ട് ഞാനിപ്പോൾ ഓർക്കുകയാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കുറവലങ്ങാട് പള്ളിയിൽ ഒരു ജാഗരണ പ്രാർത്ഥന നടത്താൻ പോയി. രാത്രി എനിക്കൊന്ന് ബെന്നിച്ചേട്ടനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ജാഗരണ പ്രാർത്ഥന വൈകിട്ട് 8 മണിക്ക് തുടങ്ങി വെളുപ്പിന് 5 മണി വരെയാണ്. അത്രയും കഠിനമാണെന്നുള്ള കാര്യം പഠിച്ചത്. രാവിലെ വൈകിട്ട് ഒരു 8 മണിക്ക് കുർബാനയ്ക്ക് ഓടി തുടങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് രാവിലെ 5 മണിക്ക് കുർബാനയോട് കൂടിയാണ് അവസാനിക്കുന്നത്. അപ്പോൾ അത്രയും ലോങ്ങർ ഒരു ശുശ്രൂഷയായിരുന്നു. രാത്രി മുഴുവൻ നമ്മൾ നിൽക്കുന്നു, കുരിശിൻ്റെ വഴി ചെല്ലുന്നുണ്ട്, ഇതിനിടയ്ക്ക് കർണക്കൊന്തയുണ്ട്, വചന ശുശ്രൂഷയുണ്ട്, ആരാധനയുണ്ട്, ഇതെല്ലാം ഇതിനിടയ്ക്കാണ്. ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ശുശ്രൂഷകൾ. ശുശ്രൂഷ കഴിഞ്ഞ് കുറവലങ്ങാട് ഇവിടെ വരാനായിട്ട് 15 മിനിറ്റ് സമയമുള്ളൂ. 15 മിനിറ്റ് മതി. നമ്മൾ ആ സമയത്തൊക്കെ വഴിയിലൊന്നും വണ്ടിയില്ലല്ലോ, രാവിലെ പോരാൻ. അപ്പോൾ ഞാനിവിടെ നിന്ന് വണ്ടിയെടുത്ത് ഓടിച്ച് ഇവിടെ പോരുവാണ്. പോരുന്ന വഴിക്ക് ഇത്രയും ഉള്ളെങ്കിലും തൂങ്ങിപ്പോയി, ഉറങ്ങിപ്പോയി. ഉറങ്ങിയെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൊക്കെ തുറന്നിരിപ്പുണ്ട്, പക്ഷെ നമ്മുടെ സംഗതി നമ്മുടെ ഇതൊക്കെ പോയി കിടക്കുക, ഓഫായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വെമ്പള്ളി അവിടെ നല്ല ലോങ് ആയിട്ടൊരു സ്ഥലമുണ്ട്.
ഞാനിങ്ങനെ തൂങ്ങിയാണ് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഡയറക്ഷനിൽ നിന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വണ്ടി പോയി, അതായത് അപ്പുറത്തെ സൈഡിലേക്ക്. ഭാഗ്യത്തിന് ആ സമയത്തൊന്നും വേണ്ട. അപ്പോൾ ഞാൻ പാതി മാതത്തിലാണ്, പക്ഷേ വണ്ടി വഴിയിലാണ്, പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പം അങ്ങനെ അത്യാവശ്യം സ്പീഡിലായിരിക്കുമല്ലോ പോകുന്നത്. ഭാഗ്യം നമ്മളാ ഉറക്കത്തിലാണ് ഉറക്കം. പെട്ടെന്ന് ഭയങ്കര എന്തോ ശബ്ദമൊക്കെ കേട്ട് ഞാൻ എവിടെയാണെന്ന് നമുക്കൊന്നും അറിയത്തില്ല. പെട്ടെന്ന് ചവിട്ടി, ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞ് കണ്ണൂർ നോക്കിയപ്പോൾ KSRTC ബസ് ഫ്രണ്ടിൽ നിൽക്കുക. അവൻ ഓണടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം, കാരണം ഓപ്പോസിറ്റ് വരാനുണ്ട്, അവനെന്തോ പന്തികേട് തുടങ്ങിയിട്ട്. അപ്പോൾ പുള്ളി ഓൾമോസ്റ്റ് വണ്ടി നിർത്തി. പിന്നെ ഞാൻ ചവിട്ടിയാൽ മതി. ഈ ഓണടിക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, എന്താ പെട്ടെന്ന് ചവിട്ടിയെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഞാനും പെട്ടെന്നാണ് ഫ്രണ്ടിൽ ലൈറ്റ് ഇട്ടേക്കോളാം, അവരുടെ ലൈറ്റ് ഉണ്ട്, രാവിലെ അല്ലേ, ഞാനും ചവിട്ടി. പയ്യും ഇങ്ങോട്ട് നിരങ്ങിയിട്ടാണെങ്കിൽ വണ്ടി മുട്ടിയൊന്നുമില്ല, കുറച്ചകലത്തിൽ വെച്ച് നിന്നു. ഞാൻ ലോഹയൊക്കെ ഇട്ടാണ്, ലോഹയൊന്നും മാറാതെയാണല്ലോ. ഞാൻ നോക്കിയപ്പോഴേക്കും അപ്പോഴേക്കും ഡ്രൈവർ തല പുറത്തേക്ക് ഇട്ടിട്ട് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. ഉറങ്ങിപ്പോയതാ. ആൾക്കാരെല്ലാം അതിൽ കൂടി തലയൊക്കെ ഇട്ട് നോക്കുന്നു. പിന്നെ അധികം വിഷയമാക്കണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് വളച്ച് അതേ സ്പീഡിൽ തന്നെ ഇപ്പുറത്തെ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഞാൻ പയ്യൻ ഇങ്ങോട്ട് പോന്നു. അപ്പം ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോകുന്ന സമയത്ത്, അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പക്ഷെ ഞാനങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ ഉറക്കത്തിൽ നിയന്ത്രണം പോയി സൈഡിൽ കൂടി പോയിക്കൊണ്ടിരുന്ന ഒരാൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അറിയാതെ അയാൾ ഇടിച്ച് തെറിപ്പിച്ചു. പുള്ളി സ്പോട്ടിൽ തട്ടിപ്പോയി, മരിച്ചുപോയി. നമ്മൾ മരിച്ചു. ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ഒരെണ്ണം നമ്മളെ പഠിപ്പിക്കുന്നു, കൊല്ലരുത്, അല്ലേ? കൊല്ലരുത്. 10 പ്രമാണങ്ങളിൽ കർത്താവ് നമുക്ക് തന്നിട്ട് പറഞ്ഞു, കൊല്ലരുത്. ഞാൻ അയാളെ കൊന്നു. നോക്കി പറഞ്ഞ വണ്ടി ഇടിച്ച് കൊന്നു. ഇത് മാരക പാപമാണോ ലഘുപാപമാണോ? കാരണം ഒരു പാപത്തെ മാരകമാണോ ലഘുവാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് ഒരു ഐഡിയ തന്നേ ഉള്ളൂ. മാരക പാപമാണോ ലഘുപാപമാണോ? അതെന്തുകൊണ്ടാണ് ലഘുഭാവമായ? കൊല്ലരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളതല്ലേ, ഗൗരവേറിയ വിഷയമല്ലേ? അത് അറിവില്ലായ്മ അല്ലേ, അറിയാതെ ഞാൻ കൊല്ലണമെന്നുള്ള ഒരു ഇൻറ്റൻഷനോടുകൂടി കൊന്നതല്ല. എന്നാൽ അവിടെ ആ അറിവും കൂടി ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചേക്കേ. ഞാൻ പ്ലാൻ ചെയ്ത് പോകുന്നത്, ഒരു പുള്ളി രാവിലെ ആ സമയത്ത് പാലൊക്കെ ആയിട്ട് ആ വഴി പോകാറുള്ളതാണ്. അപ്പോൾ ഞാനങ്ങനെ പ്ലാനൊക്കെ ചെയ്ത് അറിയാത്തതിൽ ഇടിച്ചിട്ട് അവിടെ CC ക്യാമറ ഒന്നുമില്ല, അതുകൊണ്ട് ആ ന്യൂട്രൽ ആ ഒരു സ്പോട്ട് നോക്കി നിന്നിട്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഒറ്റ ഇടിയും കൊടുത്ത് പുള്ളി സൈഡിൽ വീണ് ആ ഒരു വണ്ടി ഇടിച്ചു പോയി. ആരാണെന്ന് ആർക്കും അറിയില്ല, തട്ടിപ്പോയി. അതെന്താ? മാരകമാണ്. കാരണം എന്താ? അതിനകത്ത് പൂർണ്ണമായ അറിവുമുണ്ട്, എൻ്റെ പൂർണ്ണമായ സമ്മതമുണ്ട്. പിന്നെ ഗൗരവമേറിയ വിഷയമാണ് എന്ന് പറയുന്നത് പോലെ വ്യഭിചാരം പൂർണ്ണമായ അറിവും സമ്മതത്തോടും കൂടിയാണ്. അതുകൊണ്ടാണ് അത് മാരകമാകുന്നത്. പക്ഷെ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി മാരകഭാവത്തിലല്ല. കാരണം എന്താ? എൻ്റെ സമ്മതമില്ലായിരുന്നു അവിടെ. എന്ന് പറയുന്ന പോലെ ദൈവകൽപ്പനകൾ ഗൗരവമേറിയ വിഷയമാണെങ്കിലും പൂർണ്ണമായ അറിവില്ലാതിരിക്കുകയോ പൂർണ്ണമായ സമ്മതമില്ലാതിരിക്കുകയോ ചെയ്താൽ ആ വിഷയത്തിൻ്റെ ഗൗരവം കുറയുന്നതോടൊപ്പം മാരകപാപത്തിൽ നിന്നും അത് ലഘുപാപത്തിലേക്ക് മാറും. എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കർത്താവിനോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല. മാരകപാപം ചെയ്യുമ്പോൾ എൻ്റെ ബന്ധം, ഈശോയോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും അങ്ങനെ ഞാൻ നിത്യശിക്ഷയ്ക്ക് അർഹനാവുകയും ചെയ്യും. ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോഴാണ് ഒരുവൻ നിത്യശിക്ഷയ്ക്ക്, നിത്യമായ ശിക്ഷയ്ക്ക് അർഹനാക്കപ്പെടുന്നത്. അപ്പോൾ ഒരു വ്യക്തി മാരകപാപം ചെയ്യുകയും ദൈവകൽപ്പനകൾ അറിവോടെ ലംഘിക്കുകയും ആ പാപത്തിൽ മരണം വരെ, ശ്രദ്ധിക്കണേ, ആ പാപത്തിൽ അനുതപിക്കാതെ മരണം വരെ ഒരു ദൈവ പൈതൽ തുടരുകയും അല്ലെങ്കിൽ അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുകയോ ചെയ്താൽ, ആ പാപത്തിൽ തുടരുന്ന സമയത്ത് ആണ് മരിച്ച്, അനുതപിക്കാൻ സമയം കിട്ടിയില്ല, കുമ്പസാരിക്കാൻ സമയം കിട്ടില്ല, മരിക്കുകയും ചെയ്താൽ ആ പാപത്തിന്റെ പരിണത ഫലം നിത്യശിക്ഷയാണ്. സഭ നമ്മളതിന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ വാക്ക് നരകമാണ്. പിന്നീട് ഒരിക്കലും ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നില്ല. കാരണം മരണത്തിന് ശേഷം അനുതാപം സാധ്യമല്ല. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി മനസ്സിലാകും. മാരകപാപം ദൈവമായിട്ടുള്ള നമ്മുടെ ഐക്യത്തെ ഇല്ലായ്മ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മെ അത് നിത്യജീവന് യോഗ്യതയില്ലാത്തവരാക്കി മാറ്റുന്നു. ഈ കുറവിനെ പാപത്തിന്റെ നിത്യശിക്ഷ എന്നാണ് വിളിക്കുന്നത്. നിത്യശിക്ഷ, അതായത് എന്നേക്കുമായിട്ടും ആ ആത്മാവ് ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു മാരകപാപത്തിൽ. മറ്റൊരു വാക്യം പറഞ്ഞാൽ റോമ 6:22 നാം വായിക്കും, പാപത്തിന്റെ വേതനം, ശമ്പളം മരണമാണ്.
പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. നമുക്കൊരു ഒരു ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ ചെറിയ പരിക്കുകളോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ മരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറയുന്ന പോലെ പാപം അത് മാരകമായിരിക്കുമ്പോൾ അവൻ ആത്മീയ മരണത്തിലേക്ക് പോയി, ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ചലിക്കാൻ പറ്റില്ല. മരിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ചലിക്കാനും പറ്റില്ല, മറ്റൊരാളെ ചലിപ്പിക്കാനും പറ്റില്ല. അപ്പോൾ ഒരു ദൈവ പൈതൽ ഈ ലോകത്ത് ബോധപൂർവം പൂർണ്ണ അറിവോടുകൂടെ പാപം ചെയ്യുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ ഏതെങ്കിലും ലംഘിക്കുകയും, മാതാപിതാക്കളെ ബഹുമാനിക്കണം, ഒന്നാം പ്രമാണത്തിനെതിരെ പാപം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്, എന്തുവാകട്ടെ ഗൗരവമേറിയ വിഷയങ്ങളിൽ എവിടെയെങ്കിലും വീഴ്ചകൾ വരുത്തുകയും അനുദപിക്കാതെ ഒരു ദൈവ പൈതൽ അതിൽ തുടരുകയും ചെയ്താൽ അവൻ നിത്യശിക്ഷയ്ക്ക് ജീവിച്ചിരിക്കുമ്പോഴേ അർഹനാണ്. മരിച്ചു കഴിയുമ്പോഴല്ല, ജീവിച്ചിരിക്കുമ്പോഴേ അവൻ ദൈവസ്നേഹ ഐക്യത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. അപ്പൊ ജീവിതത്തിൽ നീ തുടങ്ങി വെച്ചതാണ് മരണാനന്തര ജീവിതത്തിൽ നീ സ്വന്തമാക്കാൻ പോകുന്നത്. ജീവിതത്തിൽ നീ ആരംഭിച്ചത് മാത്രമാണ് മരണാനന്തര ജീവിതത്തിൽ നീ എടുക്കാൻ പോകുന്നത്. ഇനി കുമ്പസാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ശ്രദ്ധിച്ച് കേട്ടോളം. കുമ്പസാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കുമ്പസാരിക്കുമ്പോൾ ഒരാത്മാവിൻ്റെ മേലുള്ള മാരക പാപം മൂലം അവന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്ന നിത്യശിക്ഷ ഇളവ് ചെയ്യപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചാലും നരകത്തിൽ പോകില്ല. ഹല്ലേലൂയ. ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. പക്ഷെ ചെറിയ പരിക്കുകൾ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. ആ അപകടത്തിലുണ്ടായ പരിക്കുകളുണ്ട്, പക്ഷേ മരിച്ചില്ല. അപ്പോ ആത്മീയ മരണത്തിലേക്ക് പോയ ഒരു ദൈവ പൈതലിനെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന, നിത്യജീവനിലേക്ക് ഐക്യപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് പരിശുദ്ധ കുമ്പസാരം. ഹല്ലേലൂയ. അപ്പൊ അവിടെ എന്നാ ചെയ്യുന്നത്? പാപമോചനമാണ് സംഭവിക്കുന്നത്. പാപമോചനം. ഞാൻ അനുതാപത്തോടെ എളിമയോടെ എനിക്ക് തെറ്റുപറ്റി, തമ്പുരാനെ ഞാൻ അറിഞ്ഞുകൊണ്ടാണല്ലോ ഇത്ര നാൾ നിന്നെ വേദനിപ്പിച്ച്, പൂർണ്ണ അറിവോടും പൂർണ്ണ സമ്മതത്തോടും കൂടെ ഈ പാപം ചെയ്യുക, ആ പാപത്തിൽ ഇന്നോളം തുടരുകയും ചെയ്തതിന്റെ ഒരു മനോഭാരം, ഒരു ദുഃഖം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു ദൈവ പൈതൽ അതേക്കുറിച്ച് അനുദപിക്കുമ്പോ, തമ്പുരാന്റെ മുമ്പിൽ ഏറ്റുപറയുമ്പോൾ, അതിനെ പറയുന്ന പോലെ നീ പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നീതിമാനും വിശ്വസ്തനുമാകയാൽ സകല പാപങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ ശുദ്ധീകരിക്കും. 1 യോഹന്നാൻ 1:7-9 വചനങ്ങളിലൊക്കെ അത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ പാപത്തിന്റെ നിത്യശിക്ഷയാണ് കുമ്പസാരം എന്ന കൂദാശയിലൂടെ പൂർണ്ണമായും ഇളവ് ചെയ്യപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പൊ ചിലർ അച്ഛാ എന്നാ പിന്നെ എനിക്ക് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് കുമ്പസാരിച്ചാ പോരെ? മതി, മതി, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് കുമ്പസാരിച്ച ഒരുവന് സ്വർഗം കർത്താവ് കൊടുത്തില്ലേ? നീ ഇന്ന് എന്റെ കൂടെ പർദീസായിൽ ആയിരിക്കുന്നാ പറഞ്ഞേ. കർത്താവ് മറച്ചൊന്നും പറഞ്ഞില്ല. നീ ഇന്ന് എന്റെ കൂടെ പർദീസായിൽ ആയിരിക്കും തന്നെ കർത്താവ് പറഞ്ഞേ. അപ്പൊ മരണത്തിന് തൊട്ടും അനുദപിച്ചാൽ മതി, കുഴപ്പമില്ല. പക്ഷേ അതിനു മുമ്പ് 2 അപകടങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? ഒന്ന്, നീ എപ്പം മരിക്കും നിനക്ക് അറിയില്ല. മരണത്തിന് മുമ്പ് അനുദപിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. പക്ഷെ നീ എപ്പം മരിക്കും നിനക്കറിയാവോ? 2, ഒരു ദൈവ പൈതൽ നിരന്തരമായ ഒരു പാപം ചെയ്യുകയും ആ പാപത്തിൽ തുടരുകയും ചെയ്യുമ്പോൾ പാപത്തിന്റെ വഞ്ചനയാൽ അവന്റെ ഹൃദയം കഠിനമായി പോകും. അപ്പൊ എന്താണെന്നറിയാവോ? പാപത്തെ ഓർത്ത് അനുദപിക്കാൻ പറ്റിയല്ല. അതാണ് പ്രശ്നം. അതാണ് ഏറ്റവും വലിയ അപകടം. മരിക്കാൻ കിടക്കുവാണ്, ചാകാറായി, ഇപ്പൊ കുഴിയിലേക്ക് കാലം നീട്ടിരിക്കുക, എന്നാലും പാപചിന്തയായിരിക്കും തലക്കകത്തേക്ക് വരുന്നത്. അനുദപിക്കാൻ പറ്റിയല്ല. കാരണം എന്താ? ഇന്നലകളിൽ നിരന്തരമായ പാപം ചെയ്ത്, മാരക പാപം ചെയ്ത്, ആ പാപത്തിന്റെ പിന്നിലുള്ള വഞ്ചനാത്മകമായ ആ തിന്മ ഒരുവന്റെ ഹൃദയത്തെ കഠിനമാക്കി മാറ്റി. അത് അപ്പുറത്ത് കിടന്ന കള്ളൻ പറഞ്ഞില്ലേ, നീ ദൈവമാണെങ്കിൽ നീ ഞങ്ങളെ രക്ഷിക്ക്, നീയും രക്ഷപ്പെടും. ഇപ്പുറത്ത് കിടന്ന കള്ളൻ പറഞ്ഞു, ഇവന് ഒരു പാപം ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ നമ്മുടെ പാപത്തിന്റെ തെറ്റുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ കിടക്കുന്നത്. സി, ഒരുവൻ അനുദപിച്ചു, മറ്റവൻ അനുദപിക്കാൻ പറ്റിയില്ല. എന്നത് ഹൃദയം കഠിനമായി പോവും. ഹല്ലേലൂയ. എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം സമയം കിട്ടും വായിച്ചാൽ മതി. ഈ പാപത്തിന്റെ വഞ്ചനയാൽ ഹൃദയം കഠിനമായി പോകുന്നതിനെ കുറിച്ച് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 അപകടങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിക്കാം. കർത്താവ് നമ്മളെ മരണത്തിന്റെ അവസാന ശ്വാസം വരെ ദൈവം നമ്മോട് കരുണ കാണിക്കും. കർത്താവിന്റെ കാരുണ്യം അനന്തമാണ്, അതിനതിരില്ലാത്തതാണ്.
കർത്താവ് കരുണ കാണിക്കുകയല്ലെന്ന് ചിന്തിക്കരുത്. അപ്പോൾ സംഭവിക്കുന്ന ഈശോയോട് അങ്ങനെ ഒരു ബന്ധമില്ലാത്ത പാപത്തിൽ തുടരുന്ന ഒരു ദൈവ പൈതലിനെ അവസാന നിമിഷവും ഹൃദയം കഠിനമായിരിക്കുന്നത് കൊണ്ട് ചിന്താശക്തിയെ, മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതും തിന്മയായതുകൊണ്ട് അവസാന ശ്വാസത്തിൽ ദൈവം നിന്നോട് കരുണ കാണിക്കുമെന്ന് അശുദ്ധാത്മാവ് പറയില്ല, പിശാച് പറയില്ല. പിശാച് എന്നാ പറയുന്ന, നീ ഇത്രയും തെറ്റ് ചെയ്തില്ലടാ കുരുത്തം കെട്ടവനെ, നീ നശിച്ചു പോകൂടാ. അത്ര നേരം ഇപ്പം പുറകെ നടന്ന് പാപം ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിച്ചിട്ടേ അവസാന ശ്വാസത്തിൽ നിങ്ങൾക്ക് പറയും നിന്റെ ജീവിതം തീർന്നടാന്ന് പറയും. പ്രതീക്ഷയും പ്രത്യാശയും തീർത്ത് കളയും, നശിപ്പിച്ചു കളയും. അതായത് അവസാനം നമുക്ക് ആ ഒരു പ്രതീക്ഷയും പ്രത്യാശയും കർത്താവിന്റെ കാരുണ്യത്തിലൊന്ന് അവസാന ശ്വാസത്തിലെങ്കിലും നമുക്കൊന്ന് വിശ്വസിക്കാൻ പറ്റിയാൽ, ഇത് വിശ്വസിക്കാൻ ഈ പിശാച് സമ്മതിക്കില്ല. കാരണം നമ്മുടെ തലയ്ക്കകത്ത് ഇന്നലകളിൽ, നമ്മുടെ ചിന്തകളിലും, മനസ്സിലും, ബോധ മനസ്സിലും അബോധ മനസ്സിലും, നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളിലും ജഡത്തിന്റെ പ്രലോഭനങ്ങളിലും ജഡികമായി എല്ലായിടത്തും ഈ വൈറസ് തിന്മ ഇങ്ങനെ പ്രവർത്തിച്ച് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നന്മയായിട്ട് ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. അതങ്ങനെ പറ്റും? ഹല്ലേലൂയ. അല്ലെ, ചില അവസ്ഥകൾ കണ്ടില്ലേ, ചിലരുടെയൊക്കെ മനസ്സ് അതുപോലെ ക്രൂരമാണ്. അങ്ങനെ അനുഭവമായിട്ട് പോയി ആ വിഷയത്തിൽ അവരെ മനസ്സൊക്കെ ക്രൂരമായി, കഠിനമായി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങനെയല്ല, ഇങ്ങനെ ചിന്തിക്കണം കേട്ടോ, ക്ഷമിക്കണം കേട്ടോ, പിന്നെ അച്ഛനത് പറയാം, വേറെ എനിക്ക് പണിയില്ലെന്ന് ചോദിക്കും. അവസാന ശ്വാസത്തിലേ ക്ഷമിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്ഷമിക്കാതെ, ചത്താലും ഞാൻ ക്ഷമിക്കാലെന്ന് പറയുള്ളൂ കേട്ടോ. ഹൃദയം കഠിനമായിരിക്കുന്നതിൻ്റെ അടയാളമാണ് പറയുന്നത്, ചത്താലും ഞാൻ ക്ഷമിക്കാലെന്ന് പറയും. മറ്റവൻ ചാകാൻ പോകുമ്പോൾ എന്നൊരു ദൈവമേ, മരണത്തെ ഓർത്തെങ്കിലും ക്ഷമിക്കാൻ കർത്താവ് പറയുന്നില്ല, ദൈവമേ ഈ നിമിഷം ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു, ഹൃദയം കൊണ്ട് ക്ഷമിക്കുന്നു. അപ്പോൾ നമുക്ക് അവസാനം എത്തി നിൽക്കുന്ന ഒരു ആത്മാവിൻ്റെ ഭാരവും വേദനയൊക്കെ അവിടെ ഒരു പിടിവലിയുണ്ട്. ഒരാത്മാവിനെ അസൂയയോടെ ദൈവം സ്വർഗം അഭിലഷിക്കുന്നത് കൊണ്ട് ഒരാത്മാവിൻ്റെ മരണത്തിൻ്റെ വേളയിൽ ശക്തമായ പിടിവലി ഒരാത്മാവിലുണ്ട്. ആ സമയത്ത് ആ പിടിവലിയിൽ പിശാചിന് കൊണ്ടുപോകാതിരിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ മാരക പാപം നമ്മുടെ മേൽ വരുത്തി വെക്കുമ്പോൾ അനുവദിക്കുന്ന പാപത്തിന്റെ വഞ്ചനയായ ഹൃദയം കഠിനമായി പോകുന്ന അനുഭവത്തിൽ നിന്നും അനുദപിക്കുകയും ഏറ്റുപറയുകയും അങ്ങനെ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്ത് കർത്താവിന്റെ ഹൃദയം പോലെ മാംസളമായ എളിമയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമകളായി ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും വേണം. അപ്പൊ അവസാന നിമിഷം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, മാരകഭാവത്തിലാണെങ്കിലും, ചിലപ്പോൾ ആ സമയങ്ങളിൽ അറിവില്ലായ്മ കൊണ്ടോ എങ്ങനെയെങ്കിലുമൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിലും, നമ്മൾ അവസാന നിമിഷത്തിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. എളിമപ്പെട്, ക്ഷമിക്ക്, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്ക്, പ്രാർത്ഥിക്ക്. അവസാന നിമിഷത്തിൽ പോലും പ്രാർത്ഥിക്കാൻ പറ്റാത്ത എന്തോരം പേരെ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് അറിയാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ചിലപ്പോൾ നമുക്ക് അവസാന നിമിഷം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവസാന നിമിഷത്തേക്ക് നോക്കണ്ട, മരണത്തിന്റെ അനുഭവത്തിലേക്ക് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഇപ്പോ നിങ്ങൾക്ക് ചെറിയൊരു രോഗം വരുമ്പോൾ ആ രോഗാവസ്ഥകളുടെ നടുവിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ മരണാനുഭവത്തിന്റെ നടുവിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. സിമ്പിൾ ലോജിക്. കാരണം ഒരു രോഗം നമ്മുടെ മരണത്തിലേക്ക് ഉറ്റുനോക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുവെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. എല്ലാ രോഗവും നമ്മൾ മരണത്തിലേക്ക് നമ്മെ ഉറ്റുനോക്കാൻ നമ്മെ പഠിപ്പിക്കുന്നതാണ്, പ്രേരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ചെറിയ രോഗത്തിന്റെ, സഹനത്തിന്റെ, ദുഃഖത്തിന്റെ, ദുരനുഭവത്തിന്റെ, ഞെരുക്കത്തിന്റെ അനുഭവങ്ങളിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? സിമ്പിൾ. ഇത്രയും ചോദിച്ചു, എനിക്ക് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ടോ? ഇത്രയും വേദനയുണ്ട്, വിഷമമുണ്ട്, ഇത്രയും സങ്കടമുണ്ട്, ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല, എല്ലാം തകർന്ന് തരിപ്പണായി കിടക്കുക, ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഇപ്പോഴും ഈ ഒരു ഞെരുക്കത്തിന്റെ നടുവിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ മോളെ നീ ധൈര്യമായിരിക്കെ, മോനെ ധൈര്യമായിരിക്കെ. മരണത്തിന്റെ വിനാഴികയില് നിനക്ക് അനുദപിക്കാനും നിന്റെ സ്വർഗം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ദൈവകരുണയിൽ ആശ്രയിക്കാനുള്ള പ്രാർത്ഥനയുടെ ചൈതന്യം നിന്നെ പിന്തുടർന്നിരിക്കും. ഉറക്കെ പറ ഹല്ലേലൂയ. അല്ല നമ്മൾ പറഞ്ഞേ ഹല്ലേലൂയ. ശ്രമകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോ ഈ വേദനയിൽ, ഈ രോഗത്തിൽ, ഈ ഞെരുക്കത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ഉറക്കമില്ലായ്മയുടെ നടുവിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഇനിയിപ്പോ എല്ലാ രാത്രികളും കിടന്നുറങ്ങി നേരം വെളുക്കും എഴുന്നേക്കണമെന്നും നിർബന്ധമില്ല. അത് നിർബന്ധമില്ലാത്ത കാര്യമാണ്. അപ്പോ നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിച്ച് അവിടെ മുന്നോട്ട് പോകാം. ഒന്ന്, ഉറങ്ങാൻ പറ്റണില്ലേ,
പ്രാർത്ഥിക്കുക. അപ്പം കിടന്ന് ബെരുക് പോരുന്നവർ കിടന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് തലയിനെടുത്ത് ഇവിടെ വെച്ച് തലയിനെടുത്ത് അവിടെ വെച്ച് തലയിനെടുത്ത് മേളെ വെച്ച് ഇതിൽ കിടന്ന് കറങ്ങി എഴുന്നേറ്റ് വട്ടം കറങ്ങി ചുമ്മാ അവിടെ തന്നെ കിടക്കുക. എന്നിട്ട് നീ പ്രാർത്ഥിക്കുക. കാരണം ഈ അനുഭവങ്ങൾ ദൈവം തരുന്ന എന്തിനാണെന്നറിയാമോ? ഈ അനുഭവത്തിന്റെ നടുവിൽ നിനക്ക് പ്രാർത്ഥനയുടെ മനുഷ്യനായിരിക്കാൻ പറ്റിയാൽ നിന്റെ മരണത്തിന്റെ വേളയിലും നീ പ്രാർത്ഥിക്കും. അത്രയുള്ളൂ സംഭവം. എന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും നിത്യനാശത്തിലേക്ക് പോകില്ല. നിനക്കൊരു ദൈവചിന്തയുണ്ടാവും, എളിമപ്പെടാൻ പറ്റും. എത്ര വലിയ പാപത്തിലാണെങ്കിലും ആ സമയത്ത്, എത്ര വലിയ തിന്മയാണെങ്കിലും, എത്ര കഠിനമായ പാപം ചെയ്ത ആളാണെങ്കിലും ആ നിമിഷങ്ങളിൽ ദൈവമേ എന്നുള്ളൊരു വിചാരം, ദൈവവിചാരം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു ദൈവ പൈതലിന് അവസാന വേളകളിൽ അവൻ്റെ ആത്മരക്ഷ ഉറപ്പിക്കാൻ തക്ക വിധത്തിൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു ദൈവസ്നേഹത്തിൻ്റെ നനവ് അവനെ ചലിപ്പിക്കും. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം. അറിയാവോ, നമ്മുടെയൊക്കെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതാ. ഇത്രയും പ്രശ്നമുണ്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടല്ലോ. എന്തോരം പേര് ഒരിച്ചിരി പ്രശ്നം വരുമ്പോഴേ പിന്നെ പരാതിയായി പിറുപിറുപ്പായി തേറിയായി ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവത്തെ ഉപേക്ഷിച്ച് എന്തെല്ലാം പരിപാടികളാണ് കാട്ടിക്കൂട്ടുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വലിയ തകർച്ചകളുടെയും വേദനകളുടെയും ഞെരുക്കത്തിൻ്റെയും സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെയും നടുവിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണുണ്ടല്ലോ. ഹല്ലേലൂയ അല്ലേ? ചില സമയത്തൊക്കെ നമുക്ക് ഈ രാത്രി രാവിലെ മുതൽ വൈകിട്ട് വരെയും ശുശ്രൂഷകളൊക്കെ ചെയ്ത് സാധാരണ ഞാൻ കട്ടിൽ കണ്ട ഉറങ്ങും. നീ കട്ടിൽ കിടക്കണമെന്നില്ല, കട്ടിൽ കണ്ട ഞാൻ ഉറങ്ങും. കിടന്നാൽ മതി. എനിക്കൊരു 30 വരെ എണ്ണേക്കാളും ഞാൻ ഉറങ്ങിപ്പോകുന്ന ആളാണ്. 1, 2, 3, 30 സെക്കൻഡിനുള്ളിൽ എവിടെ കിടന്നാലും ഞാൻ ഉറങ്ങുന്ന ആളാണ്. ഇരുന്ന് വേണമെങ്കിൽ ഉറങ്ങണമെന്ന് വിചാരിച്ച് ഉറങ്ങാം. പക്ഷെ ചില ദിവസങ്ങളിൽ ശരീരത്തിൻ്റെ വേദന കഠിനമായി നിൽക്കുമ്പോൾ നമ്മൾ കിടന്നു കഴിയുമ്പോൾ നമുക്ക് ആ കിടപ്പിൽ പെയിൻ വിങ്ങും. അപ്പോൾ നമുക്കൊന്നിച്ചിരി ശരീരമെന്ന് തോന്നും, അങ്ങോട്ട് തരും. ശരീരം മുഴുവൻ ഇങ്ങനെ വേദന കൊണ്ട് വിങ്ങുന്ന സമയത്ത് എന്ന് പറയുമോ, ഉള്ളുകൊണ്ട് സ്തുതിച്ച് ഈശോയെ 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 ഈശോയെ. അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ വരും നന്മ നിറഞ്ഞ മറിയുമേ, നന്മ നിറഞ്ഞ മറിയുമേ, വിശ്വാസപ്രമാണേ വിശ്വാസം. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ പ്രാർത്ഥിക്കാൻ തോന്നുന്നത് അത് പ്രാർത്ഥിച്ചിട്ട് ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് ചരിഞ്ഞ് കിടന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിന്നെ നേരം വെളുത്ത് 4 മണിക്ക് കണ്ണു തുറക്കുന്ന അറിയുള്ളൂ. ഹല്ലേലൂയ. അത്രേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ എന്നാ ചെയ്താലും വേദന മാറോ? പിന്നെ മറ്റേ ഗുളിയൊക്കെ എടുത്ത് കഴിക്കേണ്ടി വരും അല്ലേ? വേദന സംഹാരി. പിന്നെ ചിലപ്പോൾ എല്ലാ രാത്രി ഇത് കഴിക്കേണ്ടി വരും. ഉറങ്ങുന്നില്ല, പിന്നെ എല്ലാ രാത്രി ഉറക്കഗുളി കഴിക്കേണ്ട അവസ്ഥ വരും. അതേ സമയം അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന മാരകപാപത്തെക്കുറിച്ചാണ്. മാരകപാപത്തിൻ്റെ പരിണത ഫലമായ നിത്യശിക്ഷയാണ് ഒരുവൻ കുമ്പസാരിക്കുമ്പോൾ അവന് ഇളവ് ചെയ്യപ്പെടുന്നത്. നിത്യശിക്ഷ, ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ആ യോഗ്യത ആ കുമ്പസാരമെന്ന കൂദാശയിലൂടെ അവനിലേക്ക് കൃപയായിട്ട്, പാപമോചനത്തിൻ്റെ കൃപയായിട്ട് അവൻ സ്വീകരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാലുള്ള നമ്മുടെ പാപത്തിൻ്റെ നിത്യശിക്ഷ പൂർണ്ണമായി ഏറ്റെടുത്തതുപോലെ ആ കുമ്പസാരമെന്ന ഈ നാളുകളിൽ സഭയിലൂടെ ഈശോ കാൽവരിയിൽ പൂർത്തിയാക്കിയ ആ സ്വർഗീയ രഹസ്യങ്ങളും സ്വർഗത്തിൻ്റെ കൃപകൾ മുഴുവനും കൂദാശകളിലൂടെ കർത്താവ് നമുക്ക് സഭയിലൂടെ തരുമ്പോൾ കുമ്പസാരമെന്ന കൂദാശയിലൂടെ ഈ നിത്യശിക്ഷയിൽ നിന്നും നാം ഇളവ് ചെയ്യപ്പെടുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എവിടെ പോയാലും കുമ്പസാരിക്കണം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുന്നതുകൊണ്ടാണോ നിങ്ങൾ വിചാരിച്ചേ? ഏറ്റവും ബുദ്ധിമുട്ടുള്ള ശുശ്രൂഷ എന്താണെന്നറിയാമോ? കുമ്പസാരമാണ്. നിങ്ങൾ ഏത് വൈദികനോട് ചോദിച്ചോ, നിങ്ങൾ ഏത് വൈദികനോട് ചോദിച്ചോ, ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ശുശ്രൂഷ, ഒരു കൂദാശ ഏതാന്ന് ചോദിച്ചാൽ അത് കുമ്പസാരത്തിന് ഇരിക്കുന്നതാണ്. കാരണം എന്താ? ആ കുമ്പസാരത്തിൽ ഒരുവൻ തന്റെ പാപം മുഴുവൻ ഇറക്കി വെക്കുമ്പോൾ ആ പാപം കാൽവരി കുരിശിലേക്ക് ഇറക്കി വെക്കുക. അതിന്റെ മധ്യത്തിൽ നമ്മൾ നിൽക്കുക, ഒരു ഭാരം നമുക്കുണ്ടാവും. ഹല്ലേലൂയ. മറ്റൊരു കൂദാശയിലും ഇത്രയും ഒരു ഭാരം ഒരു വൈദികൻ അനുഭവിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് വേണമെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ കൗൺസിലിങ്ങിന് ഇരിക്കാം, വേദന ഉണ്ടെങ്കിൽ എനിക്ക് മയന്. പക്ഷേ ഒരു 1-2 മണിക്കൂറൊക്കെ കുമ്പസാരത്തിന് എടുത്ത് കഴിയുമ്പോൾ ശരീരത്തിന് വല്ലാത്ത വേദനയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എഴുന്നേറ്റൊന്നും നടന്നില്ലെങ്കിൽ, കാലൊന്നൊക്കെ ഒന്ന് ചലിപ്പിച്ചില്ലെങ്കിൽ പിന്നെ അവിടെ തുടരാൻ വരെ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഈ കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ച് പിശാച് അതിശക്തമായ തെറ്റിദ്ധാരണകൾ മനസ്സിൽ തരും.
ഒരു വിധത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് സൗജന്യമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമ്മാനമാണ്, സ്വർഗത്തിന്റെ സമ്മാനമാണ് പാപമോചനം. യേശുക്രിസ്തുവിന്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ ഇത് സൗജന്യമാക്കപ്പെട്ടു. അതുകൊണ്ടാണല്ലോ നിങ്ങൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ വൈദികന് കാശ് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഉറക്കപ്പുറമുണ്ടോ? കാരിസ്മൽ ഇത്രയും നാളായില്ലേ നിങ്ങൾ കുമ്പസാരിച്ചിട്ട്? എന്തെങ്കിലും കുമ്പസാരം കഴിഞ്ഞ വച്ചാ കുമ്പസാരിപ്പിച്ചല്ലേ കാശ് കൊടുക്കോ? കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ കൊടുത്തിട്ട് നിങ്ങൾ ഇനി ഏതെങ്കിലും അച്ഛന്മാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ അടുത്ത് ഒന്ന് പറയണം. അച്ഛനെ മഹറോൻ ചൊല്ലാനുള്ളതാണ്. ഇനി എനിക്കെല്ലാം പറ്റിയല്ല കേട്ടോ. കാരണം ഇത് സൗജന്യ സമ്മാനമാണ്. ഇറ്റ്സ് എ ഗ്രാറ്റുവിറ്റസ് ഗിഫ്റ്റ് എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. സൗജന്യ സമ്മാനമാണ്, സൗജന്യമായിട്ട് നൽകപ്പെട്ടത്. അതുകൊണ്ടാണ് എവിടെ നിങ്ങൾ നോക്കിക്കോ, ഒരു കുമ്പസാരം കഴിയുമ്പോൾ ഒരു അച്ഛൻ കാശ് ചോദിക്കാൻ പാടില്ല, ചോദിക്കത്തില്ല. അത്രയും സൗജന്യമായ കർത്താവിന്റെ കാൽവരിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പദ്ധതിയിലേക്ക്, നിത്യരക്ഷയിലേക്ക് നമ്മളെ കൈപിടിച്ചുകൊടുത്തുന്ന ഏറ്റവും പവിത്രമായ പരമോന്നതമായ ഈ കൂദാശ നമ്മൾ ജീവിതത്തിൽ അതിന് മറുതലിച്ചോ പുറംതിരിഞ്ഞോ നിൽക്കരുത്. അത് പിശാചിന്റെ വഞ്ചനയാണ്. കാരണം എന്താ? ഇരിക്കാന്നുള്ളത് പിശാചിന്റെ വഞ്ചനയാണ്. ചിലർക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോവും, കുർബാനയ്ക്ക് പോവും, മുടങ്ങാല, ഇതൊന്നും മുടങ്ങാല, എല്ലാ പ്രാർത്ഥനാ ശുശ്രൂഷകളും പോവും, കുമ്പസാരിക്കുക. പള്ളിയിലെ വലിയ ടീമാ, കൈക്കാരനാണ്, കപ്പ്യാരാണ്, മറ്റേ ടീമാണെന്നൊക്കെ പറയുന്നത്. കുമ്പസാരിച്ചിട്ട് ഒരു 7-8 വർഷമൊക്കെ ആയിക്കാണോ വെച്ചാ മുഴുവൻ ശുശ്രൂഷ അൾത്താരയിലാണ് ചെയ്യുന്നതാണ്. നമുക്ക് ഈ അൾത്താര ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ വല്ലാത്തൊരു ഭാരമാണ്. കുമ്പസാരിച്ചില്ലെങ്കിൽ ഈ 8 വർഷമായിട്ട് ഒരു ഭാരമില്ല, ഒരു ഭാരം തോന്നുന്നില്ല. അതിനെ പറയുന്നത് എന്താണെന്നറിയോ? 1 Corinthians 11:27 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നിലകളിൽ ധ്യാനിച്ചിട്ടുള്ള വിഷയമാണ്. അയോഗ്യതയോടെ കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഒരുവൻ കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അവൻ സ്വന്തം ശരീരത്തെ വിവേചിച്ചറിയാതെ ഇത് ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നവൻ അവന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. നിങ്ങളിൽ പലരും ഇന്ന് രോഗികളായതിന്റെയും മനസ്സ് ദുർബലമായതിന്റെയും നിങ്ങളിൽ ചിലർ മരിച്ചുപോയതിന്റെയും കാരണം അയോഗ്യതയോടെ കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തത് കൊണ്ടാണ് എന്ന് പൗലോസ് ശ്ലീഹ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അയോഗ്യതയോടെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കരുത്. വിശുദ്ധിയില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കരുത്. അത് നിന്റെ നിത്യശിക്ഷയ്ക്ക് കാരണമാകുന്നു. രക്ഷയുടെ അച്ചാരമാണത് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാന തന്നെ എന്റെ നിത്യശിക്ഷയ്ക്ക് കാരണമാകുന്ന വചനം പറയുന്നത്. അന്ത്യത്താഴ വേളയിൽ ഈശോ എല്ലാവർക്കും അപ്പവും വീതിച്ചു കൊടുത്തു. അത്താഴ വിരുന്നിന് പങ്കുചേർന്നു. ഒരുവൻ അപ്പം സ്വീകരിച്ചപ്പോൾ അവനിൽ പിശാച് കയറിയെന്നാണ് പറയുന്നത്. ബാക്കിയുള്ളവരിലൊന്നും പിശാച് കയറിയില്ല. ഒരുവൻ കർത്താവിൽ നിന്നും ഈ അപ്പം സ്വീകരിച്ചപ്പോൾ അവനിൽ പിശാച് കയറിയെന്ന വചനം പറയുന്നത്. സാത്താൻ അവനിൽ പ്രവേശിച്ചു. അവനും ഈശോയുടെ കരങ്ങളിൽ നിന്ന് തന്നെ അന്ത്യത്താഴ വിരുന്ന് സ്വീകരിച്ചത്. പക്ഷെ അവനിൽ പ്രവേശിച്ചത് പിശാചാണ്, സാത്താനാണ്. എന്നിട്ട് അവൻ പോയതോ ഇരുട്ടിലേക്ക് പോയി. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടെന്ന് കരുതി നമ്മൾ വിശുദ്ധരാക്കപ്പെടണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ യോഗ്യതയോടെ കുമ്പസാരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഹൃദയത്തിന്റെ തെളിമയോടെ വിശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായി തീരും. അതാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായി. അതേസമയം ഓരോ പാപവും ലഘുവായിട്ടുള്ളത് പോലും സൃഷ്ടികളോടുള്ള അനാരോഗ്യകരമായ ബന്ധം ഉൾക്കൊള്ളുന്നതാണ്. ഈ ലോകത്തിൽ വച്ചോ മരണാനന്തരം ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥയിൽ വെച്ചോ അതിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോ. ഈ ലോക ജീവിതത്തിന്റെ സഹനങ്ങളെ നമ്മൾ നമ്മുടെ ആത്മരക്ഷയുടെ വിഷയങ്ങളാക്കി മാറ്റുന്ന എങ്ങനെയാണെന്നാണ് പിന്നീട് പറയുന്നത്. ഇപ്പം മാരക പാപമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലഘുപാപങ്ങളാണ്. ചെറിയ ചെറിയ പാപങ്ങളൊക്കെ നമുക്കുള്ളൂ. പക്ഷെ ഈ പാപവും ലഘുപാപങ്ങളാണെങ്കിൽ പോലും ദൈവത്തെ ദർശിക്കണമെങ്കിൽ വിശുദ്ധി കൂടാതെ സാധ്യമല്ല. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ലഘുപാപങ്ങളാണ് ചെയ്യുന്നതെങ്കിലും അത് സൃഷ്ടികളോടും എൻ്റെ സഹോദരങ്ങളോടും ഒക്കെ ഉള്ള ബന്ധത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും അത് ഈ ലോകത്തിൽ വെച്ചോ മരണാനന്തരം ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥയിൽ വെച്ചോ ആ ശുദ്ധീകരണം പൂർത്തിയാകണം. ഒന്നുകിൽ ഈ ഭൂമിയിൽ വെച്ച്,
ആ ലഘുപാപത്തിന്റെ പരിണത ഫലം കാലിക ശിക്ഷ എന്ന് പറയും, ടെമ്പറൽ പണിഷ്മെന്റ്. മറ്റേത് ഇറ്റേണൽ പണിഷ്മെന്റ് ആണെങ്കിൽ, മാരകപാപത്തിന്റെ ശിക്ഷ നിത്യശിക്ഷയാണ് എങ്കിൽ, ലഘുപാപങ്ങളുടെ ശിക്ഷ ടെമ്പറൽ പണിഷ്മെന്റ്, കാലികമായ ശിക്ഷ, താൽക്കാലിക ശിക്ഷയാണ്. ഇപ്പൊ ശിക്ഷയുണ്ട്, എല്ലാ പാപത്തിനും ശിക്ഷയുണ്ട്. പ്രഭാഷകൻ 21:2 ഒരു പാപവും ശിക്ഷിക്കപ്പെടാതെ പോയില്ല. അപ്പൊ ഈ മാരകപാപത്തിന്റെ അസ്വസ്ഥതകളാണ് ഇന്ന് പല കുടുംബങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ പ്രശ്നങ്ങള്, ഉത്തരം കിട്ടാത്ത പ്രതിസന്ധികള്, തകർച്ചകള്, തടസ്സങ്ങള്, അസ്വസ്ഥതകള്, മരണങ്ങളൊക്കെ ചില കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു കാരണം ഈ മാരകപാപത്തിന്റെ ശിക്ഷയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അനുഭവിക്കാതെ പോകുമ്പോൾ. അപ്പോൾ മാരകപാപത്തെ ഓർത്ത് അനുഭവിച്ചു, എന്നാലും ആ പാപത്തിലൂടെ വന്ന തകർന്നു പോയ ബന്ധങ്ങള്, അസ്വസ്ഥതകള്, അനാരോഗ്യകരമായ സൃഷ്ടികളോടുള്ള ബന്ധം, ഇതെല്ലാം ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അത് ഈ ലോക ജീവിതത്തിന്റെ സഹനങ്ങളിലോ വരാനിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തെ സഹനത്തിലോ ഇത് പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ലോക ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാ സഹനങ്ങളെയും ഒരു ദൈവ പൈതൽ പരാതി കൂടാതെ, പരിഭവം കൂടാതെ, ക്ഷമയോടെ, പ്രത്യാശയോടെ യേശുവിനോട് ചേർന്ന് സഹിക്കുമ്പോൾ നിന്റെ താൽക്കാലികമായ ശിക്ഷ ഇളവ് ചെയ്യപ്പെടുകയും ശുദ്ധീകരണ സ്ഥലത്തിന്റെ നാളുകൾ കുറയുകയും, അങ്ങനെ എത്രയും പെട്ടെന്ന് ഒരാത്മാവിന് പരിപൂർണമായ വിശുദ്ധീകരണം വീണ്ടെടുത്ത് ആത്മരക്ഷ പ്രാപിക്കാൻ സാധ്യമാണോ അത്രയും പെട്ടെന്ന് ആത്മാവിന് ആത്മരക്ഷ സാധ്യമായിട്ട് വരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ലോക ജീവിതത്തിലെ സഹനങ്ങളൊന്നും വെറുതെ പാഴാക്കി കളയരുതെന്ന് പറയുന്നത്. ഈ ലോക ജീവിതത്തിലെ സഹനങ്ങൾ മതി ചിലവർക്ക് മരണത്തോടു കൂടി ദൈവത്തെ ദർശിക്കാൻ. അത്രമാത്രം സഹിക്കുന്നവരുണ്ട്. ഈ ലോക ജീവിതത്തിലെ സഹനങ്ങൾ മതി ചിലർക്ക് ആത്മരക്ഷ പ്രാപിക്കാൻ, മരണത്തോടു കൂടി നേരെ സ്വർഗത്തിലേക്ക് പോകാൻ. ഹല്ലേലൂയ. അടുത്ത വചനം വായിക്കാൻ ശ്രദ്ധിക്കണേ. ഈ ലോകത്തിൽ വെച്ചോ മരണാനന്തര ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥയിൽ വെച്ചോ അതിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടണം. ഈ ശുദ്ധീകരണം പാപത്തിന്റെ കാലിക ശിക്ഷ, ടെമ്പറൽ പണിഷ്മെന്റ് എന്ന് വിളിക്കപ്പെടുന്ന ശിക്ഷയിൽ നിന്നും ഒരുവനെ സ്വതന്ത്രനാക്കുന്നു. അപ്പോ ശേഷിക്കുന്ന ശിക്ഷ പോലും, ആ വിശുദ്ധീകരണം പോലും ഈ ജീവിതത്തിലെയും ശുദ്ധീകരണ സ്ഥലത്തെ സഹനത്തിലൂടെയും പൂർത്തീകരിക്കപ്പെടുന്നു, കംപ്ലീറ്റ് ആയി. ഹല്ലേലൂയ. ഇനി പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. ഈ രണ്ട് ശിക്ഷകളും, നിത്യശിക്ഷയും കാലിക ശിക്ഷയും, പാപത്തിന് പുറമേ നിന്ന് വരുന്ന ദൈവത്തിന്റെ ഒരു തരം പ്രതികാരമായി സങ്കല്പിക്കരുത്. ദൈവത്തിന്റെ പ്രതികാരമല്ല ഈ ശിക്ഷ, മറിച്ച് പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കണം. ഇത് പാപത്തിന്റെ സ്വഭാവത്താല് പാപത്തിന്റെ ശിക്ഷയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അല്ലേ, വിഷം കുടിച്ചാല് ഒരാൾ മരിക്കും, അല്ലെ? ആ വിഷത്തിന്റെ സ്വഭാവത എന്ന് പറയുന്ന പോലെ ഇത് പിന്നെയോ പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതായി മനസ്സിലാക്കണം. തീഷ്ണമായ സ്നേഹത്തിൽ നിന്നും പുറപ്പെടുന്ന മാനസാന്തരത്തിന് ഒരു ശിക്ഷയും അവശേഷിക്കാത്ത വിധം പാപിയുടെ സമ്പൂർണമായ ശുദ്ധീകരണം നേടാൻ കഴിയും. കണ്ടോ, പരിപൂർണ ശുദ്ധീകരണം ഈ ഭൂമിയിൽ വെച്ച് നേടാൻ പറ്റുമെന്ന്. എപ്പോഴാണെന്നറിയോ? നമുക്ക് ദൈവം പാപരഹിത ജീവിതത്തിലും നമുക്ക് ദൈവം അനുവദിക്കുന്ന ഇന്നലകളിൽ നമ്മൾ പാപത്തിലൂടെ വന്ന പരിക്കുകളും ഇന്ന് ദൈവം അനുവദിക്കുന്ന സഹനങ്ങളൊക്കെ സന്തോഷത്തോടും പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി പരിഭവങ്ങളില്ലാതെ നമ്മൾ ക്ഷമിക്കാൻ, സഹിക്കാൻ, സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അത് നമ്മുടെ സമ്പൂർണ്ണമായ വിശുദ്ധീകരണത്തിന് കാരണമാകും. പാപത്തിന്റെ മോചനവും ദൈവവുമായിട്ടുള്ള ഐക്യത്തിന്റെ പുനഃസ്ഥാപനവും പാപത്തിന്റെ നിത്യശിക്ഷയുടെ ഇളവ് ചെയ്യൽ ഉൾക്കൊള്ളുന്നതാണ്. പക്ഷേ പാപത്തിന്റെ ഈ കാലിക ശിക്ഷ അവശേഷിക്കുന്നു. പാപത്തിന്റെ കാലിക ശിക്ഷയെ ഒരു അനുഗ്രഹമായി സ്വീകരിക്കാൻ ക്രൈസ്തവർ യത്നിക്കണം. എന്ന് പറഞ്ഞാൽ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ ഒരു അനുഗ്രഹമായി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. അതെങ്ങനെയാണ് അനുഗ്രഹമാകുന്നത്? എല്ലാ തരത്തിലുമുള്ള കഷ്ടതകളും പരീക്ഷകളും ക്ഷമാപൂർവം സഹിച്ചുകൊണ്ടും മരണത്തിന്റെ ദിവസം വരുമ്പോൾ അതിനെ ശാന്തതയോടെ നേരിട്ട് കൊണ്ടുമാകണം. ഇത് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രവൃത്തികളിലൂടെയും പ്രാർത്ഥന, വിവിധതരം പ്രായശ്ചിത്ത പ്രവൃത്തികളുടെ അഭ്യാസം എന്നിവയിലൂടെയും പഴയ മനുഷ്യനെ ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ പൂർണ്ണമായി ഉരിഞ്ഞുകളയുവാനും പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ ധരിക്കാനും നമ്മൾ നിരന്തരം പരിശ്രമിക്കണം. അങ്ങനെ ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ കുരിശുമരണത്തിനായി നിത്യമായ യോഗ്യതയായ നിത്യജീവൻ നാം ഉറപ്പിക്കേണ്ടതുണ്ട്. ആമേൻ പറ, ഉറക്കെ പറ. എന്തേലും മനസ്സിലായോ? ഞാൻ സാധാരണ ഇങ്ങനെ പഠിപ്പിരില്ലാത്ത അല്ലേ, അറിയാം. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു പ്രേരണ കിട്ടിയതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തന്നെ പറയണമെന്ന് വിചാരിച്ചത്. പ്രൈസ് ദി ലോർഡ്.